നമസ്കാരം. വാഗമണ്ണിൽ വലിയ തോതിലുള്ള ഭൂമി കയ്യേറ്റം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 2012 പല പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സൂചന നൽകിയ ഒരു വാർത്തയാണ് വാഗമണ്ണിൽ വലിയ തോതിൽ ഭൂമി കയ്യേറ്റം നടക്കുന്നു എന്ന്. അതിനെ തുടർന്ന് അന്നത്തെ സർക്കാർ അന്വേഷണം നടത്തി 600 ഏക്കറുകൾ തിരിച്ചു പിടിച്ച് പ്രത്യേകമായി ബന്ദോബസ്താക്കി വേലി കെട്ടി ബോർഡ് വെച്ച് അവിടെ നിർത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ ബോർഡുകളെല്ലാം പിഴുതെറിഞ്ഞ് വീണ്ടും കയ്യേറ്റം നടത്തിയിരിക്കുകയാണ്. കയ്യേറ്റം നടത്തിയെന്ന് മാത്രമല്ല, അതിലെ 150 ഏക്കർ സ്ഥലത്തിന് പട്ടയം വരെ ഉണ്ടാക്കിയിരിക്കുന്നു. അമേരിക്കൻ പട്ടയം എന്നാണ് അതിന് പ്രത്യേക പേര് തന്നെ ഇട്ടിരിക്കുന്നു. അതായത് പ്രവാസികളായ ചില കൈകളാണ് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയും മറ്റു കൂലികളുമൊക്കെ ഏർപ്പാടാക്കിയിട്ടായിരിക്കണം ഈ പട്ടയം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തു തന്നെയായാലും നമ്മുടെ കാടാണ്, നമ്മുടെ വനമാണ് ഇങ്ങനെ കള്ളപ്പട്ടയങ്ങൾ ഉണ്ടാക്കി കൈവശം വെച്ച് മറിച്ചു വിൽക്കുന്നത്. അവർ വളരെ ദുർലഭമാണ്, അവർ തന്നെ അത് ഉപയോഗിക്കൽ. താൽക്കാലിക പട്ടയമുണ്ടാക്കി മറിച്ചു വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നു. ഇത് വാഗമണ്ണിൽ മാത്രമല്ല, വാഗമണ്ണിലെ മൊട്ടക്കുന്നിലാണ് ഇത്. ഈ മൊട്ടക്കുന്നിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വലിയ തോതിലുള്ള ടൂറിസത്തിന് സാധ്യത നൽകുന്ന ഒരു സ്ഥലമാണ് വാഗമണ്ണിലെ ഈ മൊട്ടക്കുന്ന്. ഈ മൊട്ടക്കുന്നിൽ, അതായത് മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ ഈ മല പോലെ അതിലൊന്നുമില്ലാതെ കിടക്കുന്ന ആ വാഗമണ്ണിൽ ഈ തണുപ്പ് കാലത്ത് നമ്മുടെ മറ്റേ മേഘങ്ങൾ കുന്നുകൂടി അവിടെ വരുന്നത് തന്നെയാണ് അതിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ വളരെയധികം ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റേ പുഷ്പങ്ങൾ അവിടെ വിരിയുന്നുണ്ട് കൂട്ടത്തോടെ. അപ്പോൾ ഇതൊക്കെ കാണാനായി വളരെയധികം ടൂറിസ്റ്റുകൾ അവിടെ കൂട്ടത്തോടെ വരുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ആർക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത ഈ വന പ്രദേശത്ത്, ഇതൊക്കെ സർക്കാരിൻ്റെയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലങ്ങളാണ്, അത് കയ്യേറിയിട്ട് അവിടെ റിസോർട്ടുകളും മറ്റും പണിയാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് അമേരിക്കൻ പട്ടയങ്ങൾ എന്ന പേരിൽ പലതും ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു അട്ടപ്പാടിയിൽ വേറെ രീതിയിലായിരുന്നു കയ്യേറ്റം. അവിടെ സർക്കാരിൽ നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ആര്? അവിടുത്തെ വനവാസികൾ. വാഗമണ്ണിൽ വനവാസികളില്ല. അട്ടപ്പാടിയിൽ വനത്തിൽ താമസിക്കുന്ന മലയന്മാർ അവരുടെ ജീവിതത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി, കൃഷി ചെയ്യാൻ വേണ്ടി, വീട് വയ്ക്കാൻ വേണ്ടി അവർക്ക് സ്ഥലം വേണമെന്ന് അത് കുറച്ച് ആൾക്കാരെന്നല്ല, വലിയ തോതിലുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് കേന്ദ്രം പ്രത്യേക അനുമതിയോട് കൂടിയിട്ട് 800-1000 ഏക്കർ സ്ഥലം വനഭൂമി അവർക്ക് അനുവദിച്ചു കൊടുത്തു. അത് സംസ്ഥാന സർക്കാർ പേരടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കായി പട്ടയം 3, 4, 2 ഏക്കർ വീതം സ്ഥലങ്ങൾ ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് സ്ഥലം അനുവദിച്ചു കൊടുത്തു. പക്ഷേ പിന്നീട് അത് കണ്ടെത്തുകയാണ്, ഇതൊന്നും ഈ വനവാസികളുടെ കയ്യിലല്ല, അവരുടെ പേരിൽ അത് രേഖയിലുണ്ടെങ്കിലും ഈ സ്ഥലമൊക്കെ രാഷ്ട്രീയക്കാരുടെ കയ്യിലായിരുന്നു. അവരാണ് അത് മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത്. ഇത് മനസ്സിലാക്കി അന്ന് പാലക്കാട് കലക്ടർ ചിത്ര IAS അതിലിടപെടുകയും ശക്തമായ ഒരു നടപടി അതിനുവേണ്ടി എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അന്ന് രാത്രി ആ കലക്ടറെ പാലക്കാട് കലക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഭരണകൂടമാണ് കഴിഞ്ഞ കാല ഭരണകൂടങ്ങൾ. ഇത് ഏത് ഭരണമായാലും ഇത്തരത്തിലുള്ള നടപടികൾ ഏത് IAS ഉദ്യോഗസ്ഥ ചെയ്യുന്നുണ്ട്. പണ്ട് അനുപമ IAS ഇതുപോലുള്ള വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അവരെ പിടിച്ചു മാറ്റി. ഇപ്പോൾ നമ്മുടെ തുറമുഖ കമ്മീഷൻ MD ആയിട്ടുള്ള IASകാരിയെ അവർ വളരെ ശക്തമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ പുതിയതായി വന്ന മന്ത്രിസഭ അവരുടെ സ്ഥാനത്ത് നിന്ന് പിടിച്ചു മാറ്റി. അതും രസം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ചിത്ര IAS അല്ലെങ്കിൽ അനുപമ IAS പോലെയല്ല, ഈ പോർട്ട് MD ആയിരുന്ന IASകാരി ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ തന്നെയായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ആ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഭയങ്കരമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കളി.
അപ്പോൾ ഇവിടെ ആര് ഭരിച്ചാലും ആര് മാറി മാറി ഭരിച്ചാലും ഇപ്പോൾ കണ്ടില്ലേ, നീറ്റ് പരീക്ഷയുടെ ചോർന്നതിൻ്റെ പേരിൽ ഒരു കുറച്ച് കുട്ടികൾ സമരം ചെയ്യാൻ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ജനം, അതേ അന്വേഷണം വരുമ്പോൾ മുഴുവൻ ചിത്രം പുറത്തേക്ക് വരുള്ളൂ, അത് കോടിക്കണക്കിന് രൂപ ഇറക്കിക്കൊണ്ടൊരു സമരം നടത്തുന്നു. ആ സമരത്തിൽ നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കി മുഴുവൻ പുറമെ നിന്ന് കയറി വന്നവരാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ആ കുട്ടി ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആ ദീപ്കെ തന്നെ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ചെയ്തതല്ല, അവിടെ പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, 150 സേനാ അംഗങ്ങൾ ആസ്പത്രിയിൽ, IPS ഉദ്യോഗസ്ഥന്മാർ ആസ്പത്രിയിൽ. ഇതൊന്നും പ്രശ്നമല്ല. അപ്പോഴും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ആ സമരം ചെയ്തവരുടെ പേരെടുത്ത് പറയാതെ വേറെ രൂപത്തിൽ ഇത് ആവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഞങ്ങൾ ചെയ്ത മാതിരിയൊക്കെ ഇപ്പോൾ പോസ്റ്റിട്ടും പത്രസമ്മേളനം നടത്തിയും അതിൻ്റെ പിതൃത്വം പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മനസ്സിലാക്കണം, നിങ്ങൾ ഭരിച്ചപ്പോൾ, നിങ്ങൾ ഭരണം നടത്തിയപ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരീക്ഷ ചോർന്നതും പരീക്ഷ പൊളിഞ്ഞതും പരീക്ഷ പേപ്പർ കച്ചവടം നടത്തിയതും. അന്നൊന്നും ഇവിടെ ആരും സമരം ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾ വിദഗ്ധമായി ആ ചോദ്യപേപ്പറുകൾ ഇവിടെ വിറ്റ് കാശാക്കിയിട്ടുണ്ട്. IAS പരീക്ഷ, IMM പരീക്ഷ, എയിംസ് പരീക്ഷ, നീറ്റ് പരീക്ഷ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷ, അങ്ങനെ വിവിധ പരീക്ഷകളുടെ പേപ്പറുകൾ പുറത്തായിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്തോ കാണിച്ചപ്പോൾ അതിൻ്റെ പിതൃത്വം എടുക്കാനായി നിങ്ങൾ നോക്കുന്നു. വളരെ വഞ്ചനയാണ്. ആ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വാഗമണ്ണിലെ ഭൂമി കച്ചവടം വരുമ്പോൾ മൗനം നടിക്കുന്നതും ഇവിടുത്തെ ആര് ഭരിച്ചാലും പാലക്കാട്ട് നടന്ന ഭൂമി കൊള്ളയും അല്ലെങ്കിൽ വാഗമണ്ണിൽ നടന്ന കൊള്ളയും ഒക്കെ തന്നെ നിലനിൽക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ട് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു. അതിന് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നാണ് പറയുക. അതായത് കാട്ടിൽ കിടന്ന് ഇത്തരം കളികൾ ഇനിയും കളിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഗാഡ്ഗിൽ അന്ന് വളരെ ശക്തമായി പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹം ചില പോംവഴികൾ സൂചിപ്പിച്ചിരുന്നു. അതായത് കാട് കയ്യേറാൻ പാടില്ല, കാട്ടിൽ കൃഷി പാടില്ല, കാട്ടിൽ പാറ പൊട്ടിക്കരുത്, കാട്ടിൽ വെള്ളപ്പാച്ചിലുകൾ തടുത്ത് വേറെ വഴിക്ക് വിടരുത്, അങ്ങനെ ഒരുപാട് അദ്ദേഹം നിർദ്ദേശങ്ങൾ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയുണ്ട്. അതൊന്നും ഇവിടെ കേൾക്കാനുണ്ടായില്ല. ഇവിടെ ഒരു വിഭാഗം മതത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അതിനെ എതിർത്തു. കാരണം ഇവർ തന്നെയാണ് ഈ കാട് കയ്യേറി കൃഷി നട്ട് ജീവിക്കുന്നത്. അത് കുറച്ച് സ്ഥലങ്ങളിലൊന്നുമല്ല, ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ. അതിനെ എതിർത്തപ്പോൾ ഈ മാധവ ഗാഡിന് ശേഷം കസ്തൂരി രംഗൻ ഒരു തുടർ പഠനം നടത്താൻ പോയി. ഇതൊന്നും ഇവർ ഇതിനെ വില വെച്ചില്ല ഇവിടുത്തെ ഭരണകൂടങ്ങൾ. അതാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. വയനാട്ടിലെ ആ മണ്ണിടിച്ചിലിൽ എന്താണ് നമ്മൾ കണ്ടത്? 400 വീടുകൾ ഒലിച്ചുപോയി. ആ വീടുകൾ ഒലിച്ചുപോയി. എന്തെങ്കിലും ചെയ്തോ? മരിച്ചവർ മരിച്ചുപോയി, വീടുകളും പോയി. അതിൻ്റെ പേര് 800 കോടി അന്ന് ഭരിക്കുന്ന പിണറായി സർക്കാർ പിരിച്ചു. ഒരു വീട് പോലും ഇന്ന് താമസിക്കാൻ അവരുണ്ടാക്കി കൊടുത്തില്ല. കുറച്ച് ഉണ്ടാക്കി അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനി വെച്ചിട്ട് അതൊക്കെ വിണ്ടു കീറി പൊളിഞ്ഞു നിൽക്കുന്നു. അതിലൊന്നും താമസം തുടങ്ങിയിട്ടില്ല. അതിൻ്റെ പേര് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കോടികൾ പിരിച്ച് ഞങ്ങൾ 100 കോടി അല്ലെങ്കിൽ 100 വീടുണ്ടാക്കി കൊടുക്കും പറഞ്ഞു. ഇതുവരെ വീട് പണി പോലും തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ഇവിടെ ഭരണം നടത്തുന്ന മാറി മാറി ഭരിക്കുന്ന ഇവർ രണ്ടുപേരുമാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്നും ഈ ജനം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു നീറ്റ് പരീക്ഷ പറഞ്ഞിട്ട് ആ നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടെന്ന് കണ്ടെത്തുന്നതും ഈ കമ്മീഷൻ തന്നെയാണ്, ഈ ഭരിക്കുന്നവർ തന്നെയാണ്. ഇവരാരും പറഞ്ഞിട്ടല്ല. അങ്ങനെ പരീക്ഷ ഈ 3-ാം തീയതി നടന്ന പരീക്ഷ 12-ാം തീയതി അത് വേണ്ടെന്ന് വെക്കുന്നു. വീണ്ടും പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നു, ഫലം വരുന്നു, ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന അഡ്മിഷൻ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് പേരെ സമരത്തിന് പിടിച്ചിറക്കുന്നു. ഇനി ഇവർ തന്നെ പിടിച്ചിറക്കിയതെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം ഇപ്പോൾ അവരാണ് അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ ശക്തമായ ഒരു അന്വേഷണവും ചോദ്യം ചെയ്യലും വേണം. എന്നാൽ തീർച്ചയായിട്ടും ഈ കോടിക്കണക്കിന് രൂപ ഈ സമരത്തിന് ചെലവഴിച്ചിരിക്കുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങളും വാഹനങ്ങൾ അടിച്ച് പൊളിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ, IPSകാരെ, സേനാംഗങ്ങളെ
അടിച്ച് ആസ്പത്രിയിലായിരിക്കുന്ന ഒരു MP തന്നെ ഒരു പോലീസുകാരനെ അടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു സമൂഹ മാധ്യമത്തിൽ കാണുകയാണ്. അപ്പോൾ സാധാരണക്കാരനായ ഒരുത്തൻ മതത്തിൻ്റെ കാര്യം പറഞ്ഞു വരുന്നുണ്ട്, ഇത് ലോകാവസാനമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു വലിയ പ്ലാനിങ് ഈ ദേശത്തിനെതിരെയായി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കുക. എന്തു തന്നെയായാലും വാഗമണ്ണിലെ ഭൂമി കയ്യേറ്റമായാലും അട്ടപ്പാടിയിലെ കയ്യേറ്റമായാലും വയനാട്ടിലെ കയ്യേറ്റമായാലും ഒന്നും തന്നെ അംഗീകരിച്ചു കൊടുക്കാനില്ല. ശക്തമായ വളരെ ആർജവത്തോടു കൂടിയുള്ള തീരുമാനമെടുക്കാനുള്ള തൻ്റെ ഇടമുള്ള ഭരണകൂടം എന്നുണ്ടാകുമോ അന്നേ ഇത്തരം കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.